ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ വീട് കെട്ടണം ടിയാ ടിയ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്, നമുക്ക് നോക്കാം. വീട് കെട്ടണം ടിയാ ടിയ, പുല്ല് വെട്ടണം ടിയാ ടിയ, തൂണ് നാട്ടണം ടിയാ ടിയ, മോന്തായം കെട്ടണം ടിയാ ടിയ, മണ്ണ് കിളയ്ക്കണം ടിയാ ടിയ, മണ്ണ് കുഴിക്കണം ടിയാ ടിയ, തറയൊരുക്കണം ടിയാ ടിയ, ചുമര് കെട്ടണം ടിയാ ടിയ, ചുമര് തേക്കണം ടിയാ ടിയ, മേൽക്കൂര കെട്ടണം ടിയാ ടിയ, മേൽക്കൂര മേയണം ടിയാ ടിയ. അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ വെച്ച് ഈ പാട്ട് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളും പാടി നോക്കുക. അപ്പോൾ ഈ പാട്ടിൽ എന്താണ് പറയുന്നത്? വീട് വെക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? വീട് വെക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു? തൂണ് നാട്ടണം, പിന്നെ മോന്തായം കെട്ടണം, മണ്ണ് കിളച്ച് മണ്ണ് കുഴച്ച് തറയൊരുക്കി, പിന്നെന്താണ്? ചുമര് കെട്ടി, ചുമര് തേച്ച്, മേൽക്കൂര കെട്ടണം, പിന്നെ മേൽക്കൂര മേയണം. അതോടുകൂടി എന്ത് തയ്യാറാകും? വീട് തയ്യാറാകും. പൂരിപ്പിച്ച് നോക്കണം കേട്ടോ. അടുത്തത് നോക്കൂ, കേക്ക് കൊണ്ടൊരു വീട്. പാടിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു. ഭംഗിയുള്ള ഒരു വീട്, മുറ്റം നിറയെ മഞ്ചാടി മണികൾ, ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ, ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വിശേഷം? പൂങ്കിളി ചോദിച്ചു. ഇന്നെൻ്റെ പിറന്നാളാ, വീട് പറഞ്ഞു. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക്സ്. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട് പൂങ്കിളിയെ, നീയും പങ്കുചേരണേ. തീർച്ചയായും. അപ്പോൾ എന്താണ്, പൂങ്കിളി ഇങ്ങനെ പറന്നു വന്നപ്പോൾ എന്ത് കണ്ടു? എന്ത് കാഴ്ചയാണ് കാണുന്നത്? ഭംഗിയുള്ള ഒരു വീട്. ആ കാഴ്ചയാണ് പൂങ്കിളി കണ്ടത് അല്ലേ? ഇനി ആ വീടിൻ്റെ മുറ്റത്ത് നിറയെ എന്തുണ്ടായിരുന്നു? മഞ്ചാടി മണികൾ ഉണ്ടായിരുന്നു. മഞ്ചാടിയുടെ നിറം എന്താണ്? ചുവപ്പ് നിറമാണല്ലേ? മുറ്റം നിറയെ മഞ്ചാടി മണികൾ ഉണ്ടായിരുന്നു. ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ. പിന്നെ ചുറ്റിനും എന്താണ്? മിന്നാമിന്നികളുണ്ടല്ലേ? ചുറ്റിനും അലങ്കാരത്തിന് വേണ്ടി മിന്നാമിന്നികളാകുന്ന ദീപങ്ങളുണ്ടല്ലേ? മിന്നാമിന്നിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ? മിന്നാമിന്നിയിൽ നിന്ന് ഒരു പ്രകാശം വരും അല്ലേ? അതുകൊണ്ടാണ് മിന്നാമിന്നിയെ ദീപത്തിനോട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വീടിൻ്റെ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പൂങ്കിളി വീടിനോട് എന്താ ചോദിക്കുന്നത്? ഇവിടെ എന്താ വിശേഷം? ഇത്രയൊക്കെ അലങ്കരിച്ച് വെക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വീടെന്താ പറയുന്നത്? ഇന്നെൻ്റെ പിറന്നാളാണ്. എന്നുവെച്ചാൽ എന്താണ്? വീടിൻ്റെ ബർത്ത്ഡേ ആണല്ലേ? വീടിൻ്റെ പിറന്നാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ പൂങ്കിളി എന്ത് പറയുന്നു? നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളെന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ആരെങ്കിലും ആശംസകൾ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്ത് പറയണം? നന്ദി പറയണം അല്ലേ? അപ്പോൾ വീടും എന്ത് പറയുന്നു? താങ്ക്സ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് എന്താ പറയുന്നത്? ഇവിടെ എന്താണ്? ആട്ടവും പാട്ടും ഒക്കെ ഉണ്ട്, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നീയും എന്ത് ചെയ്യണം? ആ പരിപാടിക്ക് വരണമെന്ന് പൂങ്കിളിയോട് പറയുന്നു. പൂങ്കിളി എന്ത് പറയുന്നു? തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? ആ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് പൂങ്കിളിയും എന്ത് ചെയ്യുന്നു? വീടിന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇത് മനസ്സിലായോ? നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കണം. ഇനി ബാക്കി നോക്കാം. ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു. ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. സ്വാഗതം സ്വാഗതം, വീട് പറഞ്ഞു. ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി. അതുവഴിയും ഇതുവഴിയും അകത്ത് കയറി. ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു. എന്താ സ്വാദ്! നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി. എന്താ മധുരം! അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബർത്ത്ഡേ ആണല്ലേ? വീടിൻ്റെ പിറന്നാളാണല്ലേ? അപ്പോൾ പിറന്നാളിന് ആദ്യം ആരാ വന്നത്? ആദ്യം ഉറുമ്പുകൾ എന്ത് ചെയ്തു? ജാഥയായി വന്നു. ഒരുപാട് പേരിങ്ങനെ വരിവരിയായിട്ട് വന്നു. എങ്ങനെ വന്നതാണ്? ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. അതായത് വീട് തന്നെ ക്ഷണിച്ചിട്ടാണ് ആര് വന്നത്? ഉറുമ്പുകൾ വന്നത്. അപ്പോൾ ഉറുമ്പ് വന്നപ്പോൾ വീടെന്താ പറഞ്ഞേ? സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞ് ഉറുമ്പുകളെ സ്വീകരിച്ചു. എന്നിട്ട് ഈ പിറന്നാൾ ആഘോഷത്തിൽ ഉറുമ്പുകൾ എന്താ ചെയ്തത്? അടിപൊളിയായിട്ട് ഒരു സംഘഗാനമൊക്കെ പാടി, എല്ലാവരും കൂടെ ചേർന്നൊരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോവാനായിട്ട് തുടങ്ങി. എന്നിട്ട് ചോണനുറുമ്പ് എന്ത് ചെയ്തു? നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊരു സോഫ ഉണ്ടായിരുന്നു. ആ സോഫ എന്ത് ചെയ്തു? ഒന്ന് നൊട്ടി നുണഞ്ഞൊന്ന് നോക്കി അല്ലേ? അതായത് ഒന്ന് അല്പം എടുത്തൊന്ന് രുചിച്ച് നോക്കി. നമ്മൾ കാണുന്നില്ലേ അവിടെ സോഫയിൽ ഒരു ഉറുമ്പിരുന്ന് നോക്കുന്നത് അല്ലേ? അപ്പോൾ എടുത്ത് നോക്കി. അപ്പോൾ എന്താണ്? നല്ല മധുരം. സോഫ കഴിച്ച് നോക്കിയിട്ട് എന്താ പറയുന്നേ? എന്താ സ്വാദ് അല്ലേ? നല്ല രുചിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ നെയ്യുറുമ്പ് എന്താ പോയി കഴിക്കാൻ തുടങ്ങിയത്? മേശയാണല്ലേ? അവിടെ കിടന്ന മേശയെടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്താ പറയുക? നല്ല മധുരം ഉണ്ടെന്ന് ആരും പറയുന്നു? നെയ്യുറുമ്പും പറയാൻ തുടങ്ങി. ഓക്കെ, നോക്കാം. ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്ക് വീടാ. ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു. സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? എന്താ പറഞ്ഞേ? ഇത് വീടല്ല കേക്കാ. ഒരാൾ പറഞ്ഞു ഇത് എന്തല്ല, ഇത് വീടല്ല, ഇതൊരു കേക്കാണെന്ന് പറഞ്ഞു. മറ്റേ ആൾ പറയുന്നത് എന്താണ്? ഇത് കേക്കല്ല വീടാ. അല്ല, ഇത് കേക്കല്ല, ഇതൊരു വീടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു പ്രശ്നം പരിഹരിച്ചു. എന്ത് പറഞ്ഞു? ഇതെന്താണ്? ഇത് കേക്ക് വീടാണ്, കേക്ക് കൊണ്ടുണ്ടാക്കിയൊരു വീടാണ് ഇതെന്ന് പറഞ്ഞു.
ഇനി അത് കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? മൈന വരുന്നു അല്ലേ. ആദ്യം പറന്നെത്തിയ മൈന എന്ത് ചെയ്തു? അടുക്കള കൊത്തി രുചിച്ചു. അപ്പോൾ വീടിൻ്റെ അടുക്കള ഭാഗം എന്ത് ചെയ്തു? മൈന വന്നിട്ട് കൊത്തി കഴിക്കാൻ തുടങ്ങി. നിങ്ങൾ മൈനയെ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്ന ഒരു പക്ഷിയാണല്ലേ മൈന. അപ്പോൾ മൈന എന്താ ചെയ്തത്? അടുക്കള എന്ത് ചെയ്തു? കൊത്തി കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ പറഞ്ഞേ? സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദെന്ന് ആര് പറഞ്ഞു? മൈന പറഞ്ഞു. മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു. കണ്ടവർക്കെല്ലാം അവിടെ നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ എന്താ ചെയ്തത്? മയിൽ കിടപ്പുമുറിയിലേക്ക് ബെഡ്റൂമിലേക്ക് പോയല്ലേ. എൻ്റെ തല നീട്ടി എന്തോ ചെയ്തു? അവിടെ ഒരു തലയണ ഉണ്ടായിരുന്നു. ആ തലയണ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മിഠായി കൊണ്ടുള്ളതാണല്ലേ. അപ്പോൾ ആ മിഠായി കൊണ്ടുള്ള തലയണ ആര് കഴിച്ചു? അങ്ങ് നമ്മുടെ മയിൽ കഴിച്ചു. എന്നിട്ട് മയിൽ എന്താ പറഞ്ഞത്? നല്ല മിഠായി, നല്ല സ്വാദ് എന്ന് പറഞ്ഞു. എന്നിട്ട് സന്തോഷം കൊണ്ട് മയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല മനോഹരമായിട്ട് തൻ്റെ പീലിയൊക്കെ വിരിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മയിലിൻ്റെ നൃത്തം കണ്ടവർക്ക് എന്തായിരിക്കാൻ തോന്നിയത്? ആനന്ദം, ദുഃഖം, നിരാശ, വെറുപ്പ്, ഇതിലേത് ഭാവമായിരിക്കാം ഈ നൃത്തം കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടാവുക? ആനന്ദമായിരിക്കും അല്ലേ. വളരെ രസകരമായിട്ടുള്ള നൃത്തമല്ലേ മയിലിൻ്റെ, നമുക്ക് സന്തോഷം തരുന്നതാണ്. അപ്പോൾ സന്തോഷത്തിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പദമാണ് ഏത്? ആനന്ദം. അപ്പം മയിലിൻ്റെ നൃത്തം കണ്ടിട്ട് എല്ലാവർക്കും എന്തായിരിക്കാൻ തോന്നിയത്? ആനന്ദമായിരിക്കാൻ തോന്നിയിട്ടുണ്ടാവുക അല്ലേ. നമ്മുടെ കേക്ക് വീട്ടിലേക്ക് ആരൊക്കെയാ വന്നേ നോക്കി. ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഒരു പൂച്ചയും ഒരു നായയും ആണ് വന്നിരിക്കുന്നത് അല്ലേ. മുന്നിലൂടെ നായ വന്നു, പിന്നിലൂടെ പൂച്ച വന്നു. അപ്പോൾ വീടിൻ്റെ മുൻവശത്തൂടെ ആര് വന്നു? നായ വന്നു. പിൻവശത്തൂടെ ആര് വന്നു? പൂച്ച വന്നു. പിൻഭാഗത്ത് നിന്നും പൂച്ച തിന്നു തുടങ്ങി. ഹായ് പഞ്ചാര മധുരം. അപ്പോൾ വീടിൻ്റെ പുറകുവശത്തു നിന്ന് പൂച്ച എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ കേക്ക് വീട് തിന്നാൻ തുടങ്ങി. എന്നിട്ട് പൂച്ച എന്താ പറയുന്നത്? ഹായ് പഞ്ചാര മധുരം. ഇനി മുൻവശത്ത് നിന്ന് നായ തിന്നു തുടങ്ങി. ഹായ് തേൻ മധുരം. അപ്പം മുൻഭാഗത്ത് നിന്ന് എന്താണ്? കേക്ക് തിന്നു തുടങ്ങിയിട്ട് നമ്മുടെ നായ എന്താ പറയുന്നത്? ഹായ് തേൻ മധുരം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നായ പറയുന്നത്. ഇനി എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അകത്താളുണ്ടേ, തിന്നല്ലേ തിന്നല്ലേ, ഉറുമ്പുകൾ ബഹളം വെച്ച് പുറത്തേക്ക് ചാടി. അപ്പോൾ നേരത്തെ തന്നെ ഉറുമ്പുകൾ ഈ കേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ നായയും ഈ പൂച്ചയും കൂടെ വന്നിട്ട് തിന്നാൻ തുടങ്ങിയപ്പോൾ ഉറുമ്പുകൾ അകത്ത് നിന്ന് എന്ത് പറഞ്ഞു? അകത്താളുണ്ടേ, അകത്തെന്താണ്, ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ തിന്നല്ലേ തിന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ഉറുമ്പുകൾ എന്ത് ചെയ്തു? പുറത്തേക്ക് ചാടി. അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു. കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി. മുഖമാകെ കടിയോട് കടി, മൂക്കിലും ചിലത് കയറി. അപ്പോൾ എന്ത് ചെയ്തു? അവർ പുറത്തേക്ക് ഉറുമ്പുകളെല്ലാം കൂടെ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? പൂച്ചയെ അങ്ങ് പൊതിഞ്ഞ് കടിക്കാൻ തുടങ്ങി. അതുപോലെ എന്താണ്? നായയുടെ മുഖത്തും എന്ത് ചെയ്തു? കുറച്ച് കടിയൻ ഉറുമ്പുകൾ കയറിയിട്ട് ആ നായയുടെ മുഖത്തും എന്ത് ചെയ്യാൻ തുടങ്ങി? കടിക്കാൻ തുടങ്ങി. ചിലത് എവിടെയും ചെന്ന് കയറി? നായയുടെ മൂക്കിലുമൊക്കെ കയറി. അച്ചീ അച്ചീ, നായ ഒറ്റ തുമ്മൽ. പൂച്ചയും നീട്ടി ഒറ്റ തുമ്മൽ. മേൽക്കൂര കുലുങ്ങി. കേക്ക് വീട് ചിതറിത്തെറിച്ചു. അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ മൂക്കിലൊക്കെ കയറിപ്പോയില്ലേ. മൂക്കിലൊക്കെ കയറിപ്പോയപ്പോൾ നായ എന്ത് ചെയ്തു? ഹച്ചീന്ന് എന്ത് ചെയ്തു? ഒരു തുമ്മലങ്ങ് തുമ്മി. അതുപോലെ പൂച്ചയും എന്ത് ചെയ്തു? നന്നായിട്ടൊന്ന് തുമ്മി. അതോടുകൂടി എന്ത് ചെയ്തു? ഇവിടെ കേക്ക് വീടിൻ്റെ മേൽക്കൂര വരെ എന്ത് ചെയ്തു? അങ്ങ് കുലുങ്ങിപ്പോയി. അങ്ങനെ കേക്ക് വീട് എന്ത് ചെയ്തു? ചിതറിത്തെറിച്ചു. മൊത്തം എന്ത് ചെയ്തു? പൊട്ടിപ്പോയി കേക്ക് വീട് അല്ലേ. കേക്കാണെങ്കിൽ നമ്മുടെ താഴേക്ക് വീണാൽ പൊട്ടിത്തെറിച്ച് പോകത്തില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ശക്തിയിൽ തുമ്മിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? നമ്മുടെ കേക്ക് വീടിൻ്റെ മേൽക്കൂരയെല്ലാം കുലുങ്ങി കേക്ക് വീട് എന്ത് ചെയ്തു? ചിതറിപ്പോയി. ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? സോഫ, മേശ, അടുക്കള, കിടപ്പുമുറി, വാതിൽ, ജനാല, ഇതെല്ലാമാണ് കേക്ക് വീട്ടിൽ ഉണ്ടായിരുന്നത് അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ട വരികൾ. നിങ്ങൾ ഈ പഠിച്ച ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക? അതവിടെ എടുത്ത് എഴുതുക. അടുത്തതായിട്ട് ഒരു പാട്ടാണ് തന്നിരിക്കുന്നത്. എന്താണ്? അടുക്കളപ്പാട്ട്. അടുക്കളയിലുള്ള പലവിധ ജോലികൾ ചേർത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ അടുക്കളപ്പാട്ട് തന്നിട്ടുള്ളത്. അടുക്കി വെക്കണം അടുക്കള, ഒതുക്കി വെക്കണം അടുക്കള, അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും, കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ പുഴുങ്ങിയും, പരത്തിയിട്ടും പിന്നെ കുഴച്ചിട്ടും അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം. അടുക്കി വെക്കണം അടുക്കള, നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള. നിങ്ങൾ ഇഷ്ടമുള്ള താളത്തിൽ എന്ത് ചെയ്യണം? ഈ പാട്ട് കൂട്ടുകാരോടൊപ്പം ചൊല്ലി നോക്കണം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഒരു ബോക്സ് നോക്കിയേ. എന്തെല്ലാമാണ് അടുക്കള ജോലികൾ? ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ശരി അടയാളം ഇടൂ. അപ്പോൾ അടുക്കള ജോലികൾ എന്തെല്ലാമാണെന്ന് ആദ്യത്തെ കോളത്തിൽ എഴുതുക. പിന്നെ അച്ഛൻ, അമ്മ, ഞാൻ. പിന്നെ അവിടെ എന്താ കൊടുക്കാം? ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് ആർക്കൊക്കെ ഈ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ശരി അടയാളം കൊടുക്കണം. ആർക്കൊക്കെ? ഇപ്പോൾ പാത്രം കഴുകൽ അല്ലേ. പാത്രം കഴുകൽ എന്ന് പറയുന്ന ജോലി ആർക്കൊക്കെ ചെയ്യാം? അച്ഛന് ചെയ്യാം, അമ്മയ്ക്ക് ചെയ്യാം, അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റത്തില്ലേ? ഒരുപാടൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ കഴിക്കുന്ന പാത്രമൊക്കെ നിങ്ങൾക്ക് കഴുകി വയ്ക്കാൻ പറ്റത്തില്ലേ? ഇതുപോലെ ഓരോരോ ജോലികൾ എഴുതുക. അത് ആർക്കൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം.
ടീച്ചർ കുറച്ച് ജോലികൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അത് വെച്ച് നോക്കിയിട്ട് എന്താണ് ഇതൊക്കെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്യണം, ടിക്ക് ഇടണം. എന്തൊക്കെയാണ് അടുത്ത ജോലികൾ? ഭക്ഷണം പാകം ചെയ്യൽ, നിലം വൃത്തിയാക്കൽ, അടുക്കിപ്പറക്കൽ, പച്ചക്കറി അരിയൽ. ഇതുപോലെ ഒരു ജോലി നിങ്ങൾ സ്വയം എഴുതുകയും വേണം. അതോടൊപ്പം എന്ത് ചെയ്യണം, ഈ ജോലിയൊക്കെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്കും. പിന്നെ അതേപോലെ നിങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യവും നിങ്ങൾക്ക് അവിടെ എഴുതാം. നിങ്ങൾക്ക് ചേട്ടനാണെങ്കിൽ ചേട്ടൻ, ചേച്ചിയാണെങ്കിൽ ചേച്ചി, അനുജനാണെങ്കിൽ അനുജൻ, അനുജത്തിയാണെങ്കിൽ അനുജത്തി. അപ്പോൾ അതും കൊടുക്കാം കേട്ടോ. പിന്നെ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യവും എഴുതാം. അടുത്തതായിട്ട് ഒരു പാട്ടാണ് തന്നിരിക്കുന്നത്. പാട്ടിന്റെ പേരെന്താണ്? പിറന്നാൾ മധുരം എന്നാണ് പാട്ടിന്റെ പേര്. കൂട്ടുകാരെല്ലാവരും ഇത് പൂർത്തിയാക്കില്ലേ? ഇതാ തിന്തക തിന്താരേ തിന്തക തിന്തക തെയ്താരേ, വീടേ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം, മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം, വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു. അച്ഛനമ്മയനിയത്തി, ചേട്ടനനിയൻ ചേട്ടത്തി, പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈനീട്ടി. നിങ്ങൾ ഇഷ്ടമുള്ള താളത്തിൽ ഈ പാട്ട് ചൊല്ലി നോക്കുക. അടുത്തതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വീട്ടിലുള്ളവർ. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാമാണുള്ളത്? ചിത്രം വരയ്ക്കാം. ഇപ്പം നമ്മളൊരു ചിത്രം കണ്ടില്ലേ ഒരു വീട്ടിലുള്ള ആളുകളുടെ, അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെയും ചിത്രം നിങ്ങൾക്ക് ഈ കോളത്തിൽ വരയ്ക്കാം. ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടുത്താം അല്ലേ? അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാളു എന്ന് പറയുന്ന കുട്ടി എങ്ങനെയാണ് അവളെയും അവളുടെ വീട്ടിലുള്ളവരെയും പരിചയപ്പെടുത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും പരിചയപ്പെടുത്തണം കേട്ടോ. എൻ്റെ പേര് മാളു. ഞാൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് ഗൗതം. അച്ഛൻ സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ അമ്മയുടെ പേര് മീര. അമ്മ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ചേട്ടൻ്റെ പേര് പ്രയാൺ. ചേട്ടൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക? നിങ്ങളെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തണം. ബാക്കി നോക്കാം. പറഞ്ഞു കളിക്കാം, എഴുതാം. വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ? എന്നിട്ട് ഏതൊക്കെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്? ക, ച, ട, ത, പ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ക, ച, ട, ത, പ എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേര് നിങ്ങൾ ഈ കോളത്തിന് നേരെ എഴുതണം. അപ്പോൾ ക വെച്ച് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും എന്ന് ആലോചിച്ച് അതുപോലെ ഓരോ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ എഴുതണം. എന്തൊക്കെ എഴുതാം? ക വെച്ച് കത്തി, കത്രിക, കുപ്പി. ച വെച്ച് എന്തൊക്കെ എഴുതാം? ചട്ടി, ചിരവ, ചുറ്റിക. ട വെച്ച് എന്താണ്? ടിൻ, ടെലിവിഷൻ. ത വെച്ച് തവി, തട്ട്. പ വെച്ച് പാത്രം, പ്രഷർ കുക്കർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതുക. 2 ടീച്ചർ തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തണം. ആ വെച്ച് എന്തൊക്കെ എഴുതാം? അപ്പച്ചട്ടി, അടുപ്പ്. മാ വെച്ച് എന്താണ്? മിക്സി, മേശ. ഇതുപോലെ ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തി എഴുതണേ. ഇനി നോക്കൂ, താഴെ ഒരു വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വരികളൊന്ന് നോക്കിയേ. ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതയിലെ വരികളാണ്. എന്താ തന്നിരിക്കുന്നത്? ആയി, ടായി, പിന്നെ പൂരിപ്പിക്കണം. തിന്നുമ്പോഴെന്തിഷ്ടായി, പിന്നെ വീണ്ടും പൂരിപ്പിക്കുക. കഷ്ടായി. എന്ത് വെച്ചായിരിക്കും പൂരിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. ആയി, ടായി, മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. കൂട്ടുകാരിത് ചൊല്ലി നോക്കണം കേട്ടോ. കെട്ടണം ടിയാട്ടിയ എന്ന പാഠഭാഗം ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു കൂട്ടുകാരെ.